അപ്പോൾ നമ്മൾ വിഷുക്കണിക്ക് വെച്ച വെള്ളരിയും ബീട്രൂട്ടും വെച്ച് ഒരു സിമ്പിൾ ഡെയിലി ലഞ്ച് ഇതുപോലെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ഒരു മോര് കറിയും ഒരു ബീട്രൂട്ട് പച്ചടിയും പപ്പടവും പിന്നെ മോർമുളകും, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടൊരു ലഞ്ച് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സിമ്പിളായിട്ട് ഒരു മോര് കറി ഉണ്ടാക്കാം വെള്ളരിക്ക വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളരിക്ക ഞാനിങ്ങനെ തിന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് മൺചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വെള്ളരിക്കാൻ മൺചട്ടിയിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പിടാം. ഒരു ചെറിയ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വെള്ളം, അധികം വേണ്ട കേട്ടോ, പാകത്തിന് മതി, വേവാണ് അത്രയും വെള്ളം മതി. മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കാം. പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ടേക്കാം. എന്നിട്ട് മൂടി വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് മോര് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് ഒരു 3/4 കപ്പ് തേങ്ങ, തേങ്ങയും ഒരു 4-5 വെളുത്തുള്ളിയും ഒരു 4 ചെറിയ ഉള്ളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഇച്ചിരിയും കൂടി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ കടുകും 3/4 സ്പൂൺ ജീരകവും, ഇത്തിരി വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരയ്ക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരപ്പ് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളരിക്ക നല്ലോണം വെന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ അരപ്പിനെ ചേർക്കാം. മിക്സി ജാറിൽ കുറച്ച് ഇതിൽ വെള്ളം ഒഴിച്ച് ഇതും കൂടി കൂടി ചേർക്കാം. ഇതിപ്പോൾ നല്ലോണം തിളപ്പിച്ചാൽ ഒരു ദിവസത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റും. പിറ്റേ ദിവസം കൂടി കഴിക്കാൻ പറ്റും, നല്ലോണം ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ. അപ്പോൾ ഇതൊരു നല്ലോണം കുറച്ച് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റൗവ് സിമ്മാക്കിയിട്ട് തൈര് ആഡ് ചെയ്യണം. ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. ഇത് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ, അതുകൊണ്ട് ഞാനൊരു 3/4 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പുളി ഇല്ലെങ്കിൽ ഒരു കപ്പോളം ആഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ജസ്റ്റ് ഒരു ഒഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒരു തിളപ്പ് വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇച്ചിരിയും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഉപ്പിട്ടിട്ട് ഇപ്പോൾ ഇത് റെഡിയായി. ഇത് മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് ചൂട് നിൽക്കും. അതുകൊണ്ട് അത് ഓഫ് ചെയ്തിട്ട് കുറച്ച് മാറ്റി വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതിന് താളിച്ച് ഒഴിക്കാം. അപ്പോൾ താളിക്കാനായിട്ട് നമ്മളൊരു പാത്രം വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുക്, കടുക് പൊട്ടുമ്പോൾ വേപ്പിലയും കൂടി ഇട്ട് ഒരു 2 വറ്റൽമുളക് ഓഫാക്കാം. അരപ്പ് നമുക്ക് ഇതിലേക്ക് അപ്പോൾ നമ്മുടെ നല്ലൊരു മോരുകറി റെഡിയായി. അപ്പോൾ നമുക്കിപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം. ബീട്രൂട്ട് പച്ചടിക്ക് ഞാൻ ബീട്രൂട്ട് ഇങ്ങനെ ചേർക്കി വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം ബീട്രൂട്ട് ഉണ്ട്. കുറച്ച് നമുക്ക് തൈര് വേണം, നല്ല പുളിയുള്ള തൈര്. ഒരു 3/4 കപ്പ്, 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, പിന്നെ കാച്ചാനായിട്ട് വേപ്പിലയും ഉണക്കമുളകും കടുകും ഒക്കെ ഇടും. അപ്പോൾ ആദ്യം നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ബീട്രൂട്ടിനെ വേവിക്കാം. അപ്പോൾ ബീട്രൂട്ട് പാത്രത്തിലിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വേപ്പില, ഒരു 1/2 കപ്പ് മതി കേട്ടോ വെള്ളം. ജസ്റ്റ് അതൊന്ന് വേകാൻ വേണ്ടിയിട്ട് ഇത്രയും മതി. അപ്പോൾ വെള്ളം വെച്ച് വേവിക്കാൻ വെക്കാം. എന്നിട്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അരപ്പിന് ഒരു 1/2 കപ്പ് തേങ്ങയും 2 പച്ചമുളക്, ഒരു 1/2 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ കടുക്, ഇത് ഇത്തിരി വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് നല്ലോണം വെന്തു, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, നല്ലൊരു മണം. ഇതിൻ്റെ വെള്ളം മുഴുവനും വറ്റിയിട്ട് നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിലേക്ക് ആഡ് ചെയ്യാം. നല്ല മിക്സ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോൾ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് വേണം തൈര് ആഡ് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ തൈര് പിരിയും. അപ്പോൾ ഇത് നല്ല പുളിയുള്ള തൈര്. അപ്പോൾ ഞാൻ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പുളി ഉള്ളതുകൊണ്ടാണ് 2 പച്ചമുളക് ആഡ് ചെയ്തു, അല്ലെങ്കിൽ 1 പച്ചമുളക് മതിയാവും കേട്ടോ. അപ്പോൾ തൈര് ആഡ് ചെയ്യാം.
അപ്പോൾ നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി, ഇത്തിരി ചെറിയ പിഞ്ച് ഓഫ് ഉപ്പ് മാത്രം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഇത്തിരി കട്ടിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടി തൈര് ആഡ് ചെയ്യാം, കുറച്ച് നല്ല ലൂസായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് താളിച്ച് ഒഴിക്കാം. അപ്പോൾ കാച്ചാനായിട്ട് പാത്രം വെച്ച് ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് 1 സ്പൂൺ കടുക്, ഒരു 2 വറ്റൽമുളക്, പിന്നെ കറിവേപ്പില. ഇതെടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ട് പച്ചടിയും റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ജസ്റ്റ് റെനു.